സംസ്ഥാനത്ത് സി കോലി സഖ്യം, അതായത് CPM കോൺഗ്രസ് ലീഗ് സഖ്യം നിലവിൽ വന്നിരിക്കുകയാണ്. പോളിംഗ് അവസാനിക്കാറാകുമ്പോൾ നമുക്ക് വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് BJPക്ക് വിജയസാധ്യതയുള്ള 33 നിയോജക മണ്ഡലങ്ങളിൽ CPM-ഉം കോൺഗ്രസും ലീഗും കൂടി ചേർന്നുകൊണ്ടുള്ള അവിശുദ്ധ സഖ്യം വന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവുകൾ പല മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ പറയുന്ന കക്ഷികളിൽ പലരുടെയും ബൂത്തുകളിൽ ഒരാൾ പോലും ഇല്ല എന്നൊരു വസ്തുത തന്നെ നിലവിൽ വന്നിരിക്കുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ട് മുന്നണിയും ഡീലാണ് സംസാരിക്കുന്നത്. CPM പറയുന്നു കോൺഗ്രസ് BJPയുമായി ഡീലാണ്, കോൺഗ്രസ്സുകാർ പറയുന്നു BJP കോൺഗ്രസുമായി ഡീലാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിരിക്കുന്നത് NDA കേരളത്തിൽ ചരിത്രപരമായ മുന്നേറ്റം നടത്തും. ഈ രണ്ട് മുന്നണികൾക്കുമെതിരെ ഒരു സംശയവും വേണ്ട. എന്തൊക്കെ അവിശുദ്ധ സീക്കോലി സഖ്യം നിലവിൽ വന്നാലും 2 അക്ക സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല. കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമാണ്. തീർച്ചയായും അവരിൽ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ഇടതു വലതു മുന്നണികളുടെ കള്ളത്തരം, പൊള്ളത്തരം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒരേ തൂവൽ പക്ഷികളാണ്. ഈ മുന്നണികളുടെ പൊള്ളത്തരം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, ഭാരതീയ ജനതാ പാർട്ടിക്ക് ചരിത്രപരമായ വിജയം ഈ സംസ്ഥാനത്തു നിന്നുണ്ടാകും. ഇന്നിപ്പോൾ ക്രൈസ്തവ മേഖലയിലൊക്കെ ഈ FCRAയുടെ പേരിൽ വലിയ പ്രചരണം നടത്തി. ആ മേഖലയിലൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് NDAക്ക് അനുകൂലമായി ആയിരക്കണക്കിന് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അനുകൂലമായി, ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത പ്രിയപ്പെട്ട വോട്ടർമാരോടൊക്കെ ഞങ്ങൾ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.